പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കാം എന്നാ പറയുന്നു. കളിക്കുവാണോ? എന്ത് ചെയ്യുവാ? തായം. ആഹാ, കേരളാവിൽ തായം ഇറക്ക്. പക്ഷെ ഇങ്ങനല്ല, അതൊരു തടി. ആ, അതെടുത്ത് ഇങ്ങനെ എഴുതി. ആ, അത് തന്നെ. യെസ്. കോട്ടയം, കേരളം. എത്ര പഠിക്കുന്നു? 5th. മോനോ? 6th. മോളോ? 2. എടുക്കൻ. നിങ്ങൾ ചേട്ടനും അനിയനും ഒക്കെയാണോ? ആ, നോക്കേ. യെസ്. നോ, ഐ എം ഫ്രം കേരള. മലയാളം അറിയാമോ? പുരിയുമോ? എനിക്ക് തമിഴ് ഒട്ടും പുരിയില്ല. അജിത്. ആ, തമിഴിലും ഞാൻ സൂര്യ. ഹരിണി. ആ, യെസ്. നിങ്ങളെല്ലാവരും വീഡിയോ ഉണ്ട്. ഓക്കെ. ഓ, ഉണ്ട്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ. പിള്ളേരുടെയൊക്കെ അല്ലേ, അങ്ങനെ ഇവരുടെയൊക്കെ ലൈഫ് ഇവിടം കൊണ്ടൊക്കെ തന്നെ കഴിയൂലേ. നമുക്കൊന്നും ആഗ്രഹങ്ങൾ തികഞ്ഞിട്ട് സമയമില്ല. ഇവർക്കൊന്നും പിന്നെ വലിയ ആഗ്രഹങ്ങളൊന്നും കാണത്തില്ല. അവരിങ്ങനെ ഹാപ്പിയായിട്ട് കൊച്ചു സന്തോഷങ്ങളൊക്കെ അനുഭവിച്ച് അവരങ്ങ് ജീവിച്ച് തീരും. നമ്മളിങ്ങനെ മാനമുട്ട ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ട് നിരാശ കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഷോ വെച്ച് ഇങ്ങനെ ചത്ത് ജീവിക്കും. അങ്ങനെയൊക്കെയാ, എന്ത് ചെയ്യാൻ പറ്റും. പുരോഗമനം കൂടിപ്പോയാലും കുഴപ്പമില്ലേ. പുരോഗമനം, വിദ്യാഭ്യാസം എല്ലാം കൂടുമ്പോൾ ആഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ നിലവാരം, ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങ് മാറും. പിന്നീട് അങ്ങോട്ട് നിരാശകൾ വരും. ഇതൊന്നും ഇല്ലാതൊരു മീഡിയം ലെവല്, ഒരു അടിസ്ഥാനപരമായ അങ്ങനെ ഒരു മീഡിയം ലെവലിൽ പോവുകയാണെങ്കിൽ, അത്ര ആഗ്രഹങ്ങളൊക്കെ ഉള്ളെങ്കിൽ മനുഷ്യൻ ജീവിച്ചു പോവാം. ഇതൊക്കെ ഇങ്ങനെ തത്തോടിക്കത്തേ ഉള്ളൂ കേട്ടോ. തത്തോടിക്കാൻ അതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് ആ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം.